ഹലോ മീഡിയസിലേക്ക് സ്വാഗതം. മമ്മൂട്ടി കമ്പനിയുടെ ഏഴാമത്തെ ചിത്രം. മമ്മൂട്ടി ഒരു വില്ലനായി എത്തുന്ന കഥാപാത്രം നമുക്കറിയാം. ഇവിടെ ജിതിൻ കെ ജോസ് എന്ന സംവിധായകൻ്റെ സംവിധാനത്തിൽ വരുന്ന ചിത്രം മമ്മൂട്ടി കമ്പനിയുടെ ഒഫീഷ്യൽ പ്രൊഡക്ഷൻ നമ്പർ 7ൻ്റെ ടൈറ്റിൽ ലുക്ക് നാളെ വരികയാണ്. ടൈറ്റിൽ ആൻഡ് ഫസ്റ്റ് ലുക്ക് തന്നെയാണ് നാളെ വരാൻ പോകുന്നത്. നാളെ കൃത്യം വൈകുന്നേരം 6 മണിക്കാണ് സിനിമയെക്കുറിച്ചുള്ള ഡീറ്റെയിൽ പുറത്തേക്ക് വരുന്നത്. എന്തായാലും ഏറെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് ഈ ഒരു ചിത്രം. കാരണം മമ്മൂട്ടിയിൽ നിന്ന് സമീപകാലത്ത് കിട്ടുന്ന മികച്ച സിനിമകളുടെ പട്ടികയിലേക്ക് കിടക്കുന്ന അഭിനയത്തിന് പ്രാധാന്യമുള്ള ഒരു സിനിമ തന്നെയാണ്. ഓരോ വർഷവും മമ്മൂട്ടി അദ്ദേഹത്തിൻ്റെ അഭിനയ ബ്രില്യൻസ് കൊണ്ട് നമ്മളെ ഞെട്ടിക്കുന്നു. ഓരോ സിനിമയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭ്രമയുഗം പോലെയുള്ള സിനിമകൾ, നൻപകൽ നേരത്തെ മയക്കം, അതിൻ്റെയൊക്കെ പാറ്റേണിൽ അതിൻ്റെ മുകളിൽ നിൽക്കുന്ന മറ്റൊരു മമ്മൂട്ടി കഥാപാത്രം വരാൻ പോകുന്നു. എന്തായാലും സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും അതേപോലെ തന്നെ ടൈറ്റിലും നമ്മൾ കാത്തു നിൽക്കുകയാണ്. വിനായകനെ നായകനാക്കി മമ്മൂട്ടി വില്ലനായി മാറുന്ന ചിത്രമാണ് ഇത്. എന്തായാലും ആർക്കാണ് ഇതിനു വേണ്ടി കാത്തിരിക്കുന്നതെന്ന് കമൻസിലൂടെ രേഖപ്പെടുത്താം. മറ്റൊരു അതിഗംഭീരമായിട്ടുള്ള വാർത്ത എന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയുടെ ബസൂക്കയുടെ കാര്യങ്ങളാണ്. ബസൂക്ക നമുക്കറിയാം ഏപ്രിലിൽ വലിയ റിലീസായിട്ട് തന്നെയാണ് വരുന്നത്. അതായത് മമ്മൂട്ടിയിൽ നിന്ന് സമീപകാലത്ത് വരുന്ന ഏറ്റവും വലിയ റിലീസായിട്ട് തന്നെയാണ്. ഫാൻസ് അതിന് ഒരു ചുവട് മുന്നേ അങ്ങ് മാറിയിരിക്കുകയാണ്. അതായത് സ്വന്തം മടുപ്പുകളെല്ലാം മാറ്റി വെച്ചിട്ട് മമ്മൂട്ടി പിള്ളേർ ഇറങ്ങുന്നു എന്നുള്ളത് തന്നെയാണ്. അവരിറങ്ങുമ്പോൾ ഇൻഡസ്ട്രി ആളിക്കത്തുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അവർ ഇറങ്ങാതെ തന്നെ അവർ ചെറുതായി കാല് ചലിപ്പിച്ചപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള വിജയങ്ങൾ കൊയ്ത സിനിമകളുണ്ട്. ടർബോ പോലെയുള്ള സിനിമകൾ അതിൽ ചെറുവിരൽ അനക്കിയപ്പോൾ തന്നെ 100 കോടിക്കടുത്ത് നേടിയ ചിത്രമായി മാറി. എന്തായാലും ഈ ബസൂക്ക എന്ന ചിത്രം മമ്മൂട്ടിയുടെ ഏറ്റവും സ്റ്റൈലിഷ് ചിത്രമാണ്. മലയാളം ഉറ്റുനോക്കുന്ന വ്യത്യസ്തത പുലർത്തുന്ന ചിത്രമാണ്. ഇതിനോടകം തന്നെ ഏകദേശം 3-4 മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഫാൻ ഷോ ചാർട്ട് ചെയ്യപ്പെടുന്നു. പല സ്ഥലങ്ങളിലും ഫാൻ ഷോസ് അതിഗംഭീരമായിട്ട് ചാർട്ട് ചെയ്യപ്പെടുന്നു. ചില സ്ഥലങ്ങളിൽ ഓൾമോസ്റ്റ് ഫുൾ എന്നുള്ള ലേബലുകളിലേക്ക് വരുന്നു സിനിമ എന്നുള്ളതാണ്. വലിയ ക്ലാഷ് റിലീസും കാര്യങ്ങളുമൊക്കെയാണ്. എമ്പുരാൻ പോലെയുള്ള ചിത്രമാണ് സിനിമയുടെ ഏറ്റവും വലിയ അടുത്ത ക്ലാഷ്. അതുപോലെ തന്നെ ബാക്കിയുള്ള കുറച്ച് സിനിമകളും ഇതിന് ചുറ്റിപ്പറ്റി ഉണ്ട് എന്നുള്ളതും അറിയാം. എന്നിരുന്നാലും 350 മുകളിലുള്ള തിയേറ്ററുകളിൽ സിനിമ ഉണ്ടാകുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാക്കിയിരിക്കുകയാണ്. മലയാളത്തിലെ അടുത്ത 100 കോടി ഉറപ്പിക്കാവുന്ന ചിത്രം തന്നെയാണ്. ക്വാളിറ്റി വൈസ് നല്ല സിനിമയാണെങ്കിൽ തീർച്ചയായും ഈ സിനിമ 100 കോടി കടന്നിരിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കാത്തിരിക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്ത് തരാം, സബ്സ്ക്രൈബ് ചെയ്ത് തരാം. ഗ്രേ മീഡിയാസ്.